അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെം ഭവണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായ യേശുവിനെ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനായ യേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ മനക്ലേശതരം ഗംഗളാ ദുഃഖ സാഗരം ഒഴുകുമ്പോൾ മനക്ലേശതരം ഗംഗളാ ദുഃഖ സാഗരം ഒഴുകുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവനെ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവനെ വാഴ്ത്തുവേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ വാഴ്ത്തുവേ എന്റെ പ്രിയനെ ജീവ ഹല്ലേലൂയ ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ പകർന്ന തൈലം പോൽ നിന്നാമം പാലിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം പാലിൽ സൗരഭ്യം വീശുന്നതാ പാഴി ദോഷി നിന്നാഞ്ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ പാഴി ദോഷി നിന്നാഞ്ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ വാഴ്ത്തുവേ എന്റെ
ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. എല്ലാവരും കർത്തരുടെ സമൂഹത്തിൽ ഉட்காரலாம். ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തരുടെ പരിശുദ്ധ നാമം இந்த പകൽ വേളയിലെ മഹിമപ്പെടുവதாக. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നൽകി തന്ന നല്ല കൃപകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മറുപടിയും ഒരു തടവ കർത്തരുടെ സമൂഹത്തിൽ വരവ കർത്തർ നമുക്ക് ഉദവി ചെയ്തபடினால் நான் கர்த்தரை துதிக்கிறேன். ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ജനറൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജോൺസൺ ബി ജോൺ അവர்கள், நம்ம கோஆர்டினேட்டராக இருக்கிற ஜோசப் பி ஜான் அவர்கள், 3 സെഷന്റെയും ചുമതല വഹിക്കുന്ന അഗസ്റ്റിൻ പാസ്റ്റർ, നമ്മുടെ ജവമണി പാസ്റ്റർ, അതോടൊപ്പം തന്നെ പാസ്റ്റർ ഐസക്, കൂടി വന്നിരിക്കുന്ന ബഹുമാനിയ ദൈവദാസന്മാർ, ബാക്ക് പുറകിലായിരിക്കുന്ന സഹോദരിമാർ, എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്താവദാസൻ റോബിൻസൺ പാസ്റ്റർക്ക്, എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് അറിയിക്കുകയാണ്. 3 സെക്ഷനിലുള്ള தலைவர்களுக்கும் இங்கே கூடியிருக்கிற எல்லா கர்த்தருடைய தாசர்களுக்கும் സഹോദരിമാர்களுக்கும் യേശു ക്രിസ്തു നാമത്തിൽ என்னுடைய നന്ദിയെ தெரிவித்துக் கொள்கிறேன். കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മുടെ വിശുദ്ധന്മാരായ ചില ദൈവദാസന്മാരുടെ മനവിമാർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടല്ലോ. നമ്മുടെ യാഗപ്പൻ പാസ്റ്ററെ വൈഫ് ചില നാളുകൾക്ക് മുമ്പേ കർത്താവിൻ്റെ സ്ഥലം ചേർക്കപ്പെട്ടു. കഴിഞ്ഞ മാസം നമ്മുടെ ബി സാമുവേൽ പാസ്റ്റർ അവരുടെ വൈഫും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് കർത്തൃ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ஆக 2 கர்த்தருடைய தாசன்மார்களுடைய மனைவிமார்கள் இந்த உலகத்திலிருந்து அவர்கள் மாற்றப்பட்டு கர்த்தருடைய சமூகத்தில் போய் சேர்ந்தார்கள். നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വളരെ ദൂരമായതുകൊണ്ട് ഓടിയെത്തുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി. நாங்கள் தூர இடங்கள் இருக்கிறபடினால இந்த துக்கமான வேளைகளில் எங்களுக்கு வந்து சேர முடியாவிட்டாலும் அந்த காரியங்களுக்காக நாங்கள் ஜெபித்தோம், அவர்களுடைய ஆறுதல்களுக்காக. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്തർ ഉങ്ങളെ ആറുതൽ പടുത്തി உங்களுக்கு ഉദവി ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സമയം വളരെ മുൻപോട്ട് പോയല്ലോ. ഒരു വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. கர்த்தருடைய சமூகத்தில் நேரம் அதிகம் இல்லாதனால கர்த்தருடைய சமூகத்தில் ஒரு சில வார்த்தைகளை நாம் தியானம் பண்ண போகிறோம். കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ സ്വന്തം ശിഷ്യന്മാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. அந்த உலகத்திலே கர்த்தராகிய இயேசு கிறிஸ்து வாழும்போது தமது மக்களை பார்த்து சொன்னார், உலகத்திலே உங்களுக்கு உபத்திரவம் உண்டு, ஆனாலும் நீங்கள் திடன் கொள்ளுங்கள், ஏனென்றால் நான் இந்த உலகத்தை ஜெயித்தேன் என்றார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ വചനത്തിൽ കഷ്ടതകളില്ലാത്ത ഒരു വിശുദ്ധന്മാരെ നമ്മൾ കാണുന്നില്ല. கர்த்தருடைய வசனத்தில் நாம் பார்க்கும்போது கஷ்டமில்லாத எந்த ஒரு பரிசுத்தவானையும் நாம் பார்க்க முடியாது. ദൈവം ഉയർത്തിയിട്ടുള്ള എല്ലാ മഹൽബത്തികൾക്കും അതിന്റെ പിന്നിൽ ചില കഷ്ടതകൾ ഉണ്ടായിരുന്നു. தேவன் உயர்த்தின மகா பெரிய தேவனுடைய தாசன்மார்களுக்கு பின்பக்கத்துல பெரிய கஷ்டங்கள் வழியாய் அவர்கள் வந்திருக்கிறார்கள். അബ്രഹാമിനും മോശയ്ക്കും പൗലോസിനും പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൊക്കെ പരീക്ഷകൾ, കഷ്ടതകൾ ഉണ്ടായിരുന്നു. ഇയ്യോബിന് ആ കഷ്ടതയുണ്ടായിരുന്നു. ஆபிரகாம், மோசே போன்ற பவுல் போன்ற தேவனுடைய தாசர்களுக்கு ஊழியத்துல அநேக கஷ்டங்கள் அவர்களுக்கு இருந்தது. ഈ കഷ്ടത എന്തിനാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്? கஷ்டம் எதுக்காக கர்த்தர் நமக்கு தருகிறார்? എന്താണ് അതിന്റെ ഉദ്ദേശം? அதனுடைய காரணம் என்ன? ഒരു 5 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ച് നിങ്ങളോട് പറയുവാൻ വേണ്ടി വന്നതെങ്കിലും ഞാൻ ഒക്കുന്നിടത്തോളം കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5 காரியங்களை பாயிண்ட்களை நான் சிந்தித்து வந்திருக்கிறேன். தேவன் நம்மை நடத்துவாராக. അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ച് നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പഴയ പാട്ടിലിருந்து சில சம்பவங்களையும் புதிய பாட்டிலிருந்து சில சம்பவங்களையும் நான் அதை விளக்கி கூற கர்த்தர் கிருபை செய்வார். ഒന്നാമത് നമ്മുടെ കഷ്ടത, നമുക്ക് തരുന്ന കഷ്ടതയുടെ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവ പ്രവൃത്തി വെളിവാകുവാൻ വേണ്ടിയിട്ടാണ്. கர்த்தர் ஏன் நமக்கு இந்த கஷ்டங்களை தருகிறார் என்றால் தேவனுடைய காரியம் வெளிப்படுதல் உண்டாக. 2, സാത്താൻ നമ്മുടെ മേൽ ഉന്നയിക്കുന്ന വാദങ്ങളെ പൊളിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് കഷ്ടത തരുന്നു. சாத்தான் நமக்காக வைத்திருக்கிற அந்த காரியங்களை உடைக்கும்படியாக கஷ்டங்களை தருகிறார். 3, നാം നിഗളിച്ചു പോകാതിരിക്കുവാൻ കർത്താവ് നമുക്ക് കഷ്ടം തരുന്നു. நாம் சோர்ந்து அப்படி பின்மாறி போகாதபடி இருக்க கர்த்தர் நமக்கு கஷ்டங்களை தருகிறார். 4, ലോകത്തോടു കൂടെ നാം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവം ചില ശോധനകൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. உலகத்தோடு கூட நாம் அவிதமாய் அழிந்து போகாமல் இருக்க கர்த்தர் நமக்கு சோதனைகளையும் கஷ்டத்தையும் தருகிறார். 5, യേശുവിന്റെ വിശുദ്ധി പ്രാപിപ്പാൻ വേണ്ടി നമുക്ക് കഷ്ടത നൽകി തരുന്നു. கிறிஸ்துவினுடைய அந்த பரிசுத்தத்தை நாம் பெற்றுக்கொள்ள இந்த உலகத்திலே நமக்கு கஷ்டங்களை தருகிறார். 5 കൂട്ടം കാര്യങ്ങളാണ്
ആ കഷ്ടത കൊണ്ട് ദൈവം ആമേൻ സ്തോത്രം മെയിനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. சில காரியங்கள் 5 காரியங்களை அந்த கஷ்டத்தின் வழியாய் கர்த்தர் நடத்த வேண்டிய காரியங்களை நான் கூறுகிறேன். ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ദൈവപ്രവൃത്തി വെളിവാക്കുവാൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകും. நான் முதலாவது காரியம் கர்த்தருடைய கிரியைகள் வெளிப்படும்படியாக கஷ்டங்களை தருகிறார். യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ച് അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. அப்பொழுது அவருடைய சீசர்கள் அவரை நோக்கி, ரபி, இவன் குருடனாய் பிறந்தது யார் செய்த பாவம்? இவன் செய்த பாவமோ இவனை பெற்றவர்கள் செய்த பாவமோ என்று கேட்டார்கள். இயேசு பிரயத்தனமாக, அது இவன் செய்த பாவம் இல்லை, இவனை பெற்றவர்கள் செய்த பாவம் இல்லை, தேவனுடைய கிரியைகள் இவனிடத்தில் வெளிப்படும் பொருட்டு இப்படி பிறந்தான் என்றார். Praise the Lord. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. വല്ലമയോട് കർത്തരെ നാം സ്തുതിപ്പோம். നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി സങ്കീർത്തനം പ്രബോധിച്ചപ്പോൾ റോബിൻസൺ പാസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്. இன்னைக்கு சங்கீதத்தை தியானம் பண்ணின பாஸ்டர் ராபின்சன் அவர்கள் அதே தான் கூறினார்கள். നമ്മുടെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ കണ്ടിട്ട് ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, നിന്റെ ദൈവം എവിടെ? சில கஷ்ட நஷ்டங்களை பார்த்து விட்டு உலகத்தான் கேட்பாங்க, உங்க தெய்வம் எங்கே? നിന്റെ ദൈവം എന്ത് പ്രവർത്തിക്കുന്നു? உன் தெய்வம் என்ன கிரியை நடத்தி? നിന്റെ ദൈവം നിന്നെ കൈവിട്ടോ? உன்னுடைய தேவன் உன்னை கைவிட்டாரா? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ? உன்னுடைய ஜெபத்தை கர்த்தர் கேட்கலையா? എന്ന് അസ്ഥികളെ തകർക്കുമാറ് ശത്രു ഒരുപക്ഷെ നമ്മളോട് ചോദിച്ചെന്ന് വരാം. ഇவ்விதமாக നമ്മുടെ എലുമ്പുകളെ ഉറുക്കുന്ന அளவுக்கு അവர்கள் ശത്രു കേൾവി കേൾക്കലാം. എന്നാൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന വിശുദ്ധന്മാർക്ക് അറിയാം, ഈ കഷ്ടതയുടെ നടുവിൽ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുകയാണ്. ஆனால் கஷ்டத்தின் பாதையில் போகிற பரிசுத்தவான்களுக்கு தெரியும், இந்த கஷ்டங்கள் பாதையில சில காரியங்களை நமக்கு கற்றுத் தருகிறார். ആമേൻ. ദൈവം നമ്മളെ അതിലൂടെ വളർത്തുകയാണ്. ஆகவே தேவன் அந்த வழியாக நம்மை வளர்த்தி காட்டுகிறார். ചില പ്രതിസന്ധികളെ അതിജീവിപ്പാൻ വേണ്ടി ദൈവം ശക്തീകരിക്കുകയാണ് നമ്മെ. சில കഷ്ടങ്ങളെ നാം സഹിക്കാൻ കർത്തർ നമ്മളെ ശക്തിപ്പെടുത്തുகிறார். അതുകൊണ്ട് പൗലോസ് അനേക കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ. കൊരിന്ത് നിരുപത്തിലെ അനേക കാര്യങ്ങളെ കുറിച്ച് പൗൽ അപ്പോസ്തലൻ വിളക്കുகிறார். ഈ കൃപാവരങ്ങളൊക്കെ ദൈവദാസന്മാരാകുന്ന നമുക്ക് വലിയ താല്പര്യമുള്ള വിഷയങ്ങളാണ്. இந்த கிருபை வரங்கள் நமக்கு வேணும், அது கர்த்தருடைய தாசன்மார்களாகிய நம்ம விரும்புறோம். പ്രവചനം എന്ന വരം ആഗ്രഹിക്കാത്ത ആരുണ്ട് ഇതിനകത്ത്? ദീർഘദർശന വരം എല്ലാവരും വിരുമ്പുന്ന ഒരു കാര്യം. നല്ലൊരു പ്രവാചകനായിരുന്നു നമുക്ക് ശുശ്രൂഷ ഇഷ്ടം പോലെ കിട്ടിയാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് പോകാമായിരുന്നു. നല്ല ദീർഘദർശിയായി ഇരുന്നാൽ നമുക്ക് പല ഇടങ്ങളിൽ ഉലകമെങ്ങും നമ്മ പോകലാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വല്ലമയോട് കർത്തരെ സ്തുതിപ്പோம். നല്ലൊരു പ്രാസംഗികനാകുവാൻ ആഗ്രഹിക്കാത്ത എത്ര പേര് ഇതിനകത്തുണ്ട്? നല്ല പ്രസംഗകർ ആക വേണ്ടും എന്ന് എത്ര പേര് നിങ്ങൾ വിരുമ്പുന്നു? അത് കൃപകളിൽ ഒന്നാണ്. അത് കൃപകളിൽ ഒന്ന്. അത് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മ വിരുമ്പുறோം. പാട്ട് പാടുന്നത് ഒരു കൃപയാണ്. ദീർഘദർശനം മറ്റു കാര്യങ്ങൾ വിളക്കുவது ഒരു കൃപ. നമ്മുടെ ദൈവദാസന്മാർ ഇന്ന് നല്ല പാട്ടുകളെ പാടിയല്ലോ. നല്ല പാട്ട് പാടുന്നത് കർത്തരുടെ ദാസന്മാർ നല്ല പാട്ട് പാടുന്നു. ഈ കൃപാവരങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ പൗലോസ് പറഞ്ഞ ഒരു വരവും കൂടെ ഉണ്ട്. കൃപാവരം കൊണ്ട് കഷ്ടത സഹിപ്പാനുള്ള ഒരു വരം. அந்த பவுல் அப்போஸ்தலன் சொன்ன கிருபை வரங்களில ஒரு வரம் கஷ்டங்களை சகிக்கக்கூடிய வரம். കഷ്ടത എന്ന് പറയുന്നത് ഒരു ശാപമല്ല. കഷ്ടത എന്നുള്ളത് കൃപാവരങ്ങളിൽപ്പെട്ട ഒരു വരമാണ്. കഷ്ടം என்பது அது ஒரு சாபம் அல்ல, அது ஒரு கிருபை வரங்களில ஒன்று. ആ വരങ്ങളിൽ ആ കൃപയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, ആ കഷ്ടതയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. அந்த கஷ்டங்களில நாம் நிக்க வேண்டும் என்றால் பவுல் அப்போஸ்தலனிடத்தில் கர்த்தர் சொன்னார், என் கிருபை உனக்கு போதும். ഇവിടെ യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു കടന്നു പോകുമ്പോൾ പിറവി കുരുടൻ ഒരുവനെ കണ്ടാർ. അവന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുകയാണ്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? യേശുവിന്റെ ശിഷ്യர்கள் കേൾക്കறாங்க, ரவி, இவன் குருடனாய் பிறந்தது யார் செய்த பாவம்? ഇയ്യോവിന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഇയ്യോവിന്റെ പാപം നിമിത്തമാണ് എന്നത്. ചില കഷ്ടങ്ങൾ വരുമ്പോൾ ചിലർ சொல்லுவாங்க, இவன் செய்த பாவத்தினால வந்தது. നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് മറിഞ്ഞു വീണാ ചിലർ പറയും പാസ്റ്റർ കുഴപ്പം കൊണ്ട് വീണതാണെന്ന് പറയും. നമ്മ வந்து യാത്ര பண்ணும்போது கீழே விழுந்தார், பாஸ்டர் பிரச்சனைனால விழுந்தார். എന്നാൽ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അല്ല, ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിധமான பிரச்சனைகள் வரும்போது தேவனுக்கு ஒரு
ஒரு திட்டம் இருக்கிறது என்று நினைத்து பரிசுத்தவான்கள் கஷ்டங்கள் மத்தியிலே கர்த்தரை துதிக்க வேண்டும். ഒരിക്കൽ നന്മ എന്ന് പറയുന്ന ഒരു അച്ചായൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. நன்மை என்று சொல்லக்கூடிய ஒரு அச்சாயன் ஒரு போதகர் வாழ்ந்து வந்தார். അദ്ദേഹത്തിന്റെ പേര് നന്മ എന്നല്ല, அவருடைய பேர் நன்மை அல்ல. അപ്പൊ എന്ത് കഷ്ടത തന്റെ ജീവിതത്തിൽ വന്നാലും അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ നന്മയ്ക്കായിട്ടെന്ന് പറയും. அவருக்கு வாழ்க்கையில என்ன வந்தாலும் அவர் ஒரு வார்த்தை சொல்லுவார், எல்லாம் நன்மைக்கே. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും അദ്ദേഹത്തിന് പേരിട്ടു, നന്മ അച്ചായൻ എന്ന് പേരിട്ടു. அதனால அந்த தேவனுடைய மனுஷனுக்கு மக்கள் ஒரு பேர் போட்டாங்க, நன்மை அச்சன் എന്ന് പേരിട്ടു. அப்படின்னு பேர் போட்டாங்க. അദ്ദേഹം ഒരു കൽക്കരി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന, കൽക്കരി കുഴിച്ചെടുക്കുന്ന ഖനിഗർഭത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. அந்த கருங்கல்லில் வேலை செய்கிற ஒரு மனிதனாய் இருந்தார். എന്ത് ജീവിതത്തിൽ കടന്നു വന്നാലും അദ്ദേഹം നന്മ നന്മ എന്ന് മാത്രമേ പറയൂ. அவருடைய வாழ்க்கையில என்ன பிரச்சனை வந்தாலும் கர்த்தருக்கு நன்மை, கர்த்தருக்கு ஸ்தோத்திரம் என்று சொல்வார். ഈ കൽക്കരി കുഴിച്ചെടുക്കുന്ന കുഴി ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. அந்த கல்லில் உள்ள கரி அங்க ஆழத்துல அவர் அங்க தோண்டி எடுக்கிறார் சுரங்கம். അപ്പോൾ ഈ അവർ കൊണ്ടുവന്ന ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ റൂമിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഈ ജോലിക്കായിട്ട് ഈ ഗുഹയിലേക്ക് പോകുന്നത്. அந்த வேலைக்காரங்கெல்லாம் தங்களுக்கு மத்தியானம் உள்ள சாப்பாடு ரூம்ல வைத்துக் கொண்டு அந்த கல்கரி குகைக்குள்ள போவாங்க. കുഴിച്ചു കുഴിച്ച് വലിയ തുരങ്കമായി ടണലിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകും. அந்த நிலக்கரி சுரங்கத்துக்குள்ள அங்க தோண்டி 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 அங்க ஆழமாய் உள்ளே போய் கொண்டிருக்கிறது. നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ കൽക്കരി ഈ തുരക്കുന്ന ഭാഗം ഇടിഞ്ഞു വീണ് അനേകർ മരിച്ചു പോയിട്ടുണ്ട്. ஆனால் நாம் பல தடவை கேட்டிருக்கிறோம், இந்த நிலக்கரி சுரங்கங்களை தோண்டும் போது இடிந்து விழுந்து பலர் மரித்திருக்கிறார்கள். ഒരിക്കലും നന്മയച്ചായൻ തന്റെ പൊതിച്ചോറ് കരയിൽ വെച്ചിട്ട് ഈ ജോലി ചെയ്യുവാൻ വേണ്ടി കുടിയിലേക്ക് ഇറങ്ങിപ്പോയി. இந்த நன்மை எல்லாம் நன்மைக்கு என்று சொல்லுகிற இந்த தேவனுடைய மனுஷன் சாப்பாடை வைத்துக் கொண்டு அங்க உள்ளே அங்க நிலக்கரி சுரங்கத்துக்குள்ள போனார். അദ്ദേഹം ജോലി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അടുത്ത് നിന്ന കൂട്ടുകാരൻ തന്നോട് വിളിച്ചു പറഞ്ഞു, നന്മയച്ചായ നിന്റെ പൊതിച്ചോറ് പട്ടി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. கூட இருந்த நண்பர்கள் சொன்னாங்க, பரிகாசம் பண்ணி எல்லா நன்மைக்குன்னு சொல்லுவா இல்லையா, உன் சாப்பாடை நான் கொண்டு போயிட்டேன். കൂടെ കൂട്ടുകാരെല്ലാം കളിയാക്കി, எல்லா நண்பர்களும் பரிகாசம் பண்ணாங்க. നന്മയച്ചാന്റെ ഉച്ചക്കുള്ള ചോറ് താണ്ട പട്ടി ചുമന്നോണ്ട് പോയെന്ന് പറഞ്ഞു. எல்லாம் நன்மைக்குன்னு சொல்ற தேவ மனுஷனை உன் சாப்பாடை நான் கொண்டு போச்சு. അപ്പോഴും ഈ നന്മയച്ചായൻ പറഞ്ഞു, ഇത് നന്മയ്ക്കായിട്ട് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞു. அப்பொழுது இந்த மனுஷன் சொன்னார், இதுவும் நன்மைக்காதான். അദ്ദേഹം പട്ടിയുടെ പുറകെ ഓടി. இந்த ஆளு மத்தியானம் சாப்பாடு நான் கொண்டு போச்சு நாக்கே பின்னால ஓடுனாரு. അദ്ദേഹത്തിന് சாப்பாடு തിരിച്ചു കിട്ടിയില്ല. சாப்பாடு அவருக்கு கிடைக்கல. അദ്ദേഹം കരയെ വന്ന സമയം കൊണ്ട് ഈ കൽക്കരി പാടം ഇടിഞ്ഞു. அவர் இங்க வெளியே வந்து நாய விரட்டும் போது இந்த சுரங்கம் இடிந்து விழுந்தது. അദ്ദേഹത്തെ കളിയാക്കിയവരൊക്കെ ആ കൽക്കരിക്കകത്ത് കുടുങ്ങി ചിലര് മരിച്ചുപോയി. எல்லாரும் அந்த பரிகாசம் பண்ணனவங்க எங்கெல்லாம் அந்த நிலக்கரி சுரங்கம் இடிந்து விழுந்து മരിച്ചാர்கள். അപ്പൊ നമ്മുടെ കഷ്ടതകളെയും നന്മയായിട്ട് കാണുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടതകളെയും ദൈവം വിടുതലാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കഷ്ടകാലങ്ങളിലെ നാം കർത്തരെ തുതിത്താൽ அந்த കഷ്ട കാലങ്ങളെ കർത്തർ നമുക്ക് വെற்றிയോടെ നമ്മെ വഴിനടത്തുവാൻ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവം 50 നന്മ ചെയ്താൽ, தேவன் நமக்கு 50 நன்மைகளை செய்தார். അതൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോകും. അതെല്ലാം നമ്മൾ മറന്നു പോകും. 51ാമത് ഒരു കഷ്ടം വന്നാൽ, 51ാമത് ഒരു കഷ്ടം വന്നാൽ 50 കഷ്ടത്തെക്കാൾ ഉപരി 50 നന്മയേക്കാൾ ഉപരി നമ്മുടെ കഷ്ടതയ്ക്ക് പ്രാധാന്യം കൊടുക്കും. ஆனால் 50 നന്മകളെ பெற்றிருக்கிறோம், அதை நம்ம மறந்துட்டு அந்த 51ാമത് കഷ്ടത്തെ நம்ம യോബിനെ നമ്മൾ നോക്കുക. യോബെ பாருங்க, തന്റെ വൈഫിനോട് താൻ പറഞ്ഞു, தன்னுடைய மனைவியோடு சொன்னார், ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചു, தேவனிடத்திலிருந்து நன்மை பெற்றோம், പ്രാപിച്ചുകൂടെയോ? അവരിടത്തിലിருந்து തുன்பങ്ങളെ നാം അതിലൊന്നും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. തன்னுடைய ഉദരങ്ങളിനാൽ കൂടെ യോബ് പാപം ചെയ്യവിல்லை. അപ്പം ഇവിടെ ഈ ശിഷ്യന്റെ ഈ മനുഷ്യന്റെ അടുത്ത് മനുഷ്യനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നു, ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ വരുവാൻ കാരണം? இந்த குருடனாய் பிறந்தது யார் செய்த பாவம் என்று சீசர்கள் இயேசுவிடத்தில் கேட்கிறாங்க. ഇവന്റെ അപ്പൻ ചെയ്ത പാപമാണോ? ഇവനുடைய அப்பா செய்த பாவமா? ഇവന്റെ അമ്മ ചെയ്ത പാപമാണോ? ഇവനുடைய അമ്മ ചെയ്ത പാവമാ? അതോ ഇവൻ ചെയ്ത പാവമാണോ? அல்லது இவன் செய்த பாவமா? അതോ മറ്റുള്ളവർ മന്ത്രവാദം ചെയ്തതാണോ? മറ്റവர்கள் ചെയ്ത മന്ത്രവാദത്തിനാലെയാ? കർത്താവ് പറഞ്ഞു, ഇതൊന്നുമല്ല, ഇത് ഒന്നുമല്ല എന്ന് യേശു சொன்னார். ഇവിടെ പറഞ്ഞു, എന്താ കർത്താവ് പറഞ്ഞത്? അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് പകൽക്കാലം നമുക്ക് വരുന്ന ചില പ്രയാസങ്ങൾ ദൈവമാരെന്ന് അതിലൂടെ തെളിയിക്കത്തക്കവണ്ണം
ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. இயேசு பிரேத்திரமாக இவன் செய்த பாவம் இல்லை, இவன் பெற்றோர்கள் செய்த பாவம் இல்லை, தேவனுடைய கிரியைகள் இவனிடத்தில் வெளிப்படும்படி இப்படி பிறந்தான் என்றார்கள். യേശു ഏറ്റവും സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ബെഥാനിയിലെ ലാസറിന്റെ ഭവനം. இயேசு அதிகமாக நேசித்த ஒரு குடும்பம் தான் பெத்தானியில் உள்ள லாசருடைய குடும்பம். യേശു പലപ്പോഴും ആ ഭവനത്തിൽ പോയി പാർത്തിട്ടുണ്ട്. இயேசு அடிக்கடி அங்கே சென்று அவர்களோடு தங்கி இருக்கிறார். യേശു സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും കുടുംബം. மார்த்தாள் மரியாள் லாசருடைய குடும்பத்தை இயேசு அதிகமாக நேசித்து அங்கே ഏക സഹോദരനായിരുന്നു ലാസർ. லாசர் ஒரே ஒரு சகோதரன். എന്നാൽ യേശു ഇല്ലാതിരിക്കവേ ലാസർ രോഗത്താൽ പിടിപെട്ടു. அப்படிப்பட்ட அன்பான குடும்பத்திலே லாசருக்கு நோய் வந்தது. അവന്റെ രോഗം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിനോട് പല ആളുകളെ പറഞ്ഞു വിട്ടു, ആവശ്യപ്പെട്ടു. சகோதரிமார்கள் இயேசு இடத்துல செய்தி அனுப்பி அவன் சுகமாக வேண்டும் என்று ஆட்களை அனுப்பினார். എന്നാൽ ആ സമയത്തൊന്നും യേശു ആ വീട്ടിൽ വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ஆனா அந்த வேளைகளிலெல்லாம் இயேசு அந்த வீட்டுக்கு வந்ததாக இல்லை. എന്തുകൊണ്ട് യേശു വന്നില്ല? எதனால இயேசு வரவில்லை? ലാസറിനോട് സ്നേഹമില്ലാഞ്ഞത് കൊണ്ടാണോ? லாசரிடத்தில் അൻപ് ഇല്ലാത്തതിനാലയാ? മറിയോട് സ്നേഹമില്ലാഞ്ഞത് കൊണ്ടാണോ? മറിയാളിടത്തിൽ അൻപ് ഇല്ലാത്തതിനാലയാ? മാർത്തയോട് സ്നേഹമില്ലാതെ ആയതുകൊണ്ടാണോ? മാർത്താളിടത്തിൽ സ്നേഹമില്ലാത്തതിനാലയാ? ഇല്ലവേ അല്ല. ഇവകൾ അല്ല. കാരണം യഹൂദന്മാർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം യൂദന്മാർ വിശ്വസിക്കുന്ന ചില കാര്യമുണ്ട്. അവരുടെ വിശ്വാസത്തിന് അധീനനായി യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് ആ പട്ടണത്തെ വെളിപ്പെടുത്തത്തക്കവണ്ണം ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് യേശു ആ വീട്ടിലേക്ക് വന്നു. യൂദர்கள் விசுவாசிக்கத்தக்கதாக 4 நாள் ஆகி நாரண அந்த லாசருவை கர்த்தர் உயிரோடு எழுப்பினார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില കഷ്ടതകൾ ദൈവം വന്നില്ലെന്ന് വരും. சில கஷ்டங்கள் வழியாக நாம் வந்ததாக இருக்கலாம். നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് വരും. நம்முடைய ஜெபத்தை கர்த்தர் கேட்காதது போல இருக்கலாம். ചിലരൊക്കെ നമ്മെ നിന്ദിച്ചെന്ന് വരും. ചിലർ നമ്മെ പരിഹാസം பண்ணினதாக இருக்கலாம். 4-ാം ദിവസം ആ പ്രവർത്തനങ്ങളെ പൊളിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ആലയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഒരു യേശുവുണ്ട്. അവന്റെ സാന്നിധ്യം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരും. ஆனால் 4வது நாள் கல்லறையிலே அதை கல்லை எடுத்து அற்புதம் செய்த தேவன் நம்முடைய சபையிலே, நம்முடைய குடும்பத்திலே அற்புதம் செய்கிற ஒரு தேவன் இருக்கிறார். ചില കഷ്ടതകളിലൂടെ പോകുന്ന ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. இங்க பல கஷ்டங்கள் வழியாய் போகிற கர்த்தருடைய தாசന്മാർ ഉണ്ട്. ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. പണ കഷ്ടങ്ങൾ നെരുക്കടിയിലെ പോകുന്ന കർത്തരുடைய தாசന്മാർ ഉണ്ട്. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. വ്യാധിയിനാൽ കഷ്ടപ്പെടുന്ന ദേവനുடைய தாசர்கள் ഉണ്ട്. ആമേ. പ്രാർത്ഥനാ വിഷയത്തിന്റെ ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ ജപമണി പാസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ജപ വിണ്ണപ്പങ്ങൾ ജപമണി പാസ്റ്റർ வைத்திருக்கிற പോലെ ജപ വിണ്ണപ്പ കുറിപ്പുകൾ. ചില വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി ലഭിക്കും, എന്നാൽ ചിലന് മറുപടി ലഭിച്ചില്ലെങ്കിലും ഭാരപ്പെടേണ്ട. ആമേ. 4-ാം നാൾ സ്തോത്രം, ബഥാനിയയിലേക്ക് വന്ന യേശു നമ്മുടെ വിഷയത്തിന് പരിഹാരമായി നമ്മുടെ അരികിലേക്ക് വരുന്ന ചില ദിവസങ്ങളുണ്ട്. சில விண்ணப்பங்களுக்கு உடனே பதில் கிடைக்கலாம், சில விண்ணப்பங்களுக்கு பதில் கிடைக்காமல் இருக்கலாம். பெத்தானியாவுக்கு 4-ஆம் நாள் வந்து அற்புதம் செய்த இயேசு நம்முடைய ஜெப காரியங்களுக்கு அற்புதம் செய்வார். ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് നമുക്ക് കഷ്ടത വരുന്നത് ദൈവത്തിന്റെ സ്തോത്രം ദൈവ പ്രവൃത്തി വെളിവാകുവാൻ വേണ്ടിയിട്ടാണ്. தேவனுடைய கிரியை வெளிப்படும்படியாக. പലപ്പോഴും യേശുവിനെ പലർക്കും അറിയത്തില്ലായിരുന്നു. പല വേളകളിൽ യേശുവെ പലർക്ക് தெரியாமல் இருந்தது. ചിലർ അച്ഛന്റെ മകനെന്നും ചിലർ മറിയയുടെ മകനെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. சிலருக்கு அந்த மரியாதை குறித்தும் பல கஷ்டங்களை குறித்தும் அநேகர் சொன்னாங்க. എന്നാൽ യേശു ആരാണെന്ന് തെളിയിക്കുവാൻ യേശു പല അത്ഭുതങ്ങളും പലയിടത്ത് ചെയ്തിട്ടുണ്ട്. യേശു யாரென்று வெளிப்படுத்த अनेक இடங்களில் அவர் அற்புதம் செய்தார். ബഥാനിയയിൽ മരണത്തെയും പാതാളത്തെയും ജയിപ്പാൻ അധികാരമുള്ളവനാണ്, മരിച്ചവനെ ഉയർപ്പിപ്പാൻ ശക്തിയുള്ളവനാണ് യേശു എന്ന് പഠിപ്പിക്കാൻ തന്നെ തക്കവണ്ണം 4-ാമത്തെ പകൽക്കാലം ഒരു വലിയ അത്ഭുതം ആ കുടുംബത്തിൽ സംഭവിച്ചു. பாதாளத்தையும் உலகத்தையும் எல்லாம் ஜெயித்த இயேசு 4வது நாள் பெத்தானியாவில் வந்து அங்கே அற்புதம் செய்த இயேசு. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും இந்த பகல் வேளையில എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവദാസന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധവാன்களாகிய தேவனுடைய தாசர்களே, ചില മാസങ്ങളായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക്, சில மாதங்களாக ஜெபித்துக் கொண்டிருக்கிற சில விஷயங்களுக்கு നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് വന്നപ്പോ, உங்களுக்கு ஒருவேளை அந்த மறுபடி கிடைக்காவிட்டாலும், കർത്താവേ നീ എന്നെ അറിയുന്നില്ലയോ, தேவனே நீர் என்னை அறியவில்லையா, ഞാൻ നിന്റെ ദാസനല്ലയോ, நான் உம்முடைய ஊழியக்காரன் அல்லவா, എന്തുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല, என்னுடைய பிரச்சனைகளுக்கு ஏன் பரிகாரம் வரவில்லை, എന്തുകൊണ്ട് ഈ വിഷയത്തിന്
മറുപടി ലഭിക്കുന്നില്ല? இந்த விஷயங்களுக்கு ஏன் எனக்கு மறுபடி கிடைக்கவில்லை? ഈ വിധമായ ഭാരങ്ങൾ അനുഭവിക്കുന്ന ചിലതിനകത്തുണ്ടെന്ന് இவ்விதமாக பல பாரங்களோடு இருக்கிற கர்த்தருடைய தாசன்மார் உண்டு. ശക്തമായി ദൈവാത്മാവ് എന്റെ ഉള്ളിൽ ഹേമിപ്പിക്കുകയാണ്. என்னுடைய உள்ளத்துல தேவன் வல்லமையாய் கிரியை செய்கிறார். ആ വിഷയത്തിന് മറുപടി ലഭിക്കുവാൻ വൈകിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവദാസനെ ഭയപ്പെടേണ്ട. அந்த காரியங்களிலே நான் வெளியே வந்து விட்டேன், தேவன் எனக்கு உதவி செய்யவில்லை என்று கவலைப்படாதே, ഭാരപ്പെടേണ്ട. நீங்க കവലപ്പെട്ട് ദുഃഖിക്ക വേണ്ട. ദൈവം പ്രവർത്തിക്കുവാൻ ഒറ്റ നിമിഷം മതി. അത് ഇന്ന് വേണമെങ്കിലും സംഭവിക്കും, നാളെ വേണമെങ്കിലും സംഭവിക്കും. ദൈവ പ്രവർത്തിക്കായി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഈ കഷ്ടത എനിക്ക് നന്മയായി തീർന്നു എന്ന് പറയുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കും. தேவன் கிரியை செய்ய ஒரு நிமிடம் போதும். ஒருவேளை இன்றைக்கு அல்லது நாளைக்கு அல்லது அடுத்த நாள் நிச்சயமாக கர்த்தர் உங்களுக்கு நீங்கள் சோர்ந்து போன காரியத்துக்கு உதவி செய்ய வல்லவர் என்பதை நீங்கள் ഇനി രണ്ട് കഷ്ടത നമുക്ക് തരുന്നത് സാത്താന്റെ വാദം പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് கர்த்தர் கஷ்டம் தருகிறது என்ற சாத்தானுடைய சக்தியை அடித்து நொறுக்கும்படியாக. സാത്താൻ നമ്മുടെ മേൽ വെക്കുന്ന ചില വാദഗതികളുണ്ട്. சாத்தான் நமக்கு முன்னாலாக வைத்திருக்கிற சில வாதைகள் உண்டு. യോബിന്റെ മേൽ അവനൊരു വാദഗതി വെച്ചു. யோபுக்கு மேல பெரிய ஒரு வாதையை வைத்தான். അതിന്റെ 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. யோபு 1-ാം അധികാരം 1 മുതൽ 11-ാം വചനം വരെ. അതിന് സാത്താൻ യഹോവയോട്, அப்பொழுது சாத்தான் தேவனை பார்த்து, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? விரதமாகவா தேவனுக்கு பயந்து நடக்கிறான்? നീ അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? நீர் அவனையும் அவன் வீட்டையும் அவனுக்கு உண்டான எல்லாவற்றையும் சுற்றி வேலி அடைக்கவில்லையோ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, നീ അവൻ ക്രിയയെ ആശീർവദിച്ചിരിக்கிறீர். അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു, അവനുடைய സമ്പത്ത് ദേശത്തിൽ പെരുകിட்டு. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, ആനാലും ഉമ്മുடைய കൈയെ നീട്ടി അവനുക്ക് ഉണ്ടാന എല്ലാവற்றையும் തൊടുവീരാനാ, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോഴത് അവൻ ഉമ്മത് മുഖത്തുക്ക് എതിരെ ഉമ്മെ തൂസിക്കാനാ പാരും എന്നാൻ. അപ്പം വിശുദ്ധനായി ആരാധിക്കുന്ന ഇയ്യോബിന്റെ മേൽ ഒരു വാദഗതി ശത്രു പിശാച് വെച്ചിരിക്കുകയാണ്. പരിശുദ്ധവനാകിയ യോബ് ആരാധിക്കുന്ന യോബുക്ക് മേലെ ശത്രു സാത്താൻ ഒരു വാദയെ வைத்திருக்கிறார். നമ്മുടെ മേലും ചില വാദതകൾ സാത്താൻ വെച്ചിട്ടുണ്ട്. നമ്മീതും നമ്മുടെ ഊഴിയത്തിൻ മീതും ചില വാദകളെ സാത്താൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്തിയും വിശ്വാസവും നിമിത്തം പിശാചിന്റെ വാദഗതികളെ ഇന്ന് പകൽക്കാലം പൊട്ടിച്ചെറിയുന്ന പകൽക്കാലമായി മാറും. ஆனால் நம்முடைய பரிசுத்த ஜீவியமோ நம்முடைய விசுவாசமோ அந்த சாத்தானுடைய வாதையை அடித்து நிறுத்த முடியும். പിശാച് യഹോവയായ ദൈവത്തോട് പറയുകയാണ്, தேவனிடத்தில் சொல்லுகிறான், ഇയ്യോബ് ചുമ്മാതല്ല നീതിമാനായിരിക്കുന്നത്. யோபு சும்மா இல்ல நீதிமானாயிருக்கிறது. അവന് 100க்கு 100 നീ സ്തോത്രം അനുകൂലമായിട്ടാണ് ചെയ്യുന്നത്. நீ 100க்கு 100 அவனுக்கு അനുകൂലமாக இருக்கிறீர். അവൻ നല്ല ധനവാനാണ്, അവൻ பெரிய கோடீஸ்வரன், നല്ല ആരോഗ്യമുള്ളവനാണ്, நல்ல ஆரோக்கியமாக இருக்கிறான், നല്ല 10 മക്കൾ അവനുണ്ട്, அவனுக்கு 10 பிள்ளைகள் இருக்காங்க, അവന് ദാസീദാസന്മാരുണ്ട്, அவனுக்கு வேலைக்காரர்கள் வேலைக்காரிகள் உண்டு, നല്ല വീടുണ്ട്, பெரிய വീട് ഉണ്ട്. അത് മാത്രമല്ല അവന്റെ വീടിന് ചുറ്റും നീ വേലി കെട്ടി അവനെ സൂക്ഷിക്കുന്നു. അത് மட்டுமல்ல அவனுடைய வீடை சுற்றி நீ வேலி அடைத்து பாதுகாக்கிறீர். എല്ലാ സംരക്ഷണവും അവനുണ്ട്, എല്ലാ കാര്യങ്ങളും നന്മകളും നീ അവനുക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ കൂടുതൽ നിന്നെ ആരാധിക്കുന്നത്. அதனாலதான் കൂടുതൽ ഉമ്മയെ ആരാധിக்கிறான். അല്ലെങ്കിൽ അവൻ എന്നേ നിന്നെ തള്ളി പറയുമായിരുന്നു. അല്ലാട്ട എന്നേക്കേ ഉമ്മയെ അവൻ മറുതലിച്ചിരുപ്പാൻ. അതാണ് സാത്താൻ ഇയ്യോബിന്റെ മേൽ വെച്ച വാദം. அதுதான் சாத்தான் யோபுக்கு மேல வச்சிருந்த விவாதம். അതുകൊണ്ട് സാത്താൻ ദൈവത്തോട് പറയുകയാണ്, சாத்தான் தேவனோடு சொல்றான், നീ അവനെ ഒന്ന് തൊട്ടാൽ, നീ അവനെ തൊടും, അവന്റെ മേൽ ഒരു പ്രതിസന്ധി അയച്ചാൽ, നീർ അവൻ മേൽ ഒരു വാദിയെ അனுப்பினால், ഒരു കഷ്ടത നീ അവന് കൊടുത്താൽ, അവനുക്ക് ഒരു കഷ്ടത്തെ കൊടുത്താൽ ഇയ്യോബ് തോറ്റുപോകും. യോബ് തോറ്റുപോവാൻ. അവൻ നിന്നെ തള്ളി പറയും, അവൻ ഉമ്മയെ മറുതലിപ്പാൻ. നാളെ അവനെ പ്രസംഗിക്കാൻ കിട്ടത്തില്ല, നാളേക്ക് അവൻ പ്രസംഗം பண்ண മാட்டாൻ, നാളെ അവൻ പാട്ട് പാടത്തില്ല, നാളേക്ക് അവൻ പാട്ട് പാടാൻ നാളെ അവൻ ആർക്കും ഉപദേശം കൊടുക്കുകയില്ല, ആർക്കും അവൻ ഉപദേശം பண்ண മാட்டாൻ. എല്ലാ സുഖ സൗകര്യങ്ങളും നീ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെ വിശുദ്ധനായി നിൽക്കുന്നത്. നീർ എല്ലാ നന്മകളും അവന് കൊടുത്തനാലதான் അവൻ പരിശുദ്ധത്തിൽ வாழ்றான். ഇതാണ് സാത്താൻ വെച്ച വാദഗതി. இதுதான் சாத்தான் வைத்த வாதை. അതുകൊണ്ട് 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, 11ാം വചനം என்ன சொல்லுது? തൃക്കൈ നീട്ടി അവനുള്ളത് ഒന്ന് തൊടുക, ஆனாலும் உம்முடைய கையை நீட்டி அவனுக்கு உண்டானவை எல்லாம் தொடுவீரானால் അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. அப்பொழுது அவன் முகத்துக்கு எதிரே உம்மை தூசிக்கானா பாரும் என்றான். ദൈവം സാത്താനോട്, கர்த்தர் சாத்தானை நோக்கி, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, அவனுக்கு உண்டான எல்லாவற்றையும் நான் உன் கையில் தருகிறேன், അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. அவன் மேல் மாத்திரம் உன் கையை நீட்டாதே என்றார். അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. அப்பொழுது சாத்தான்
கர்த்தருடைய சன்னதியை விட்டு புறப்பட்டு போனான். 13ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം ഇയ്യോവിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 13ஆம் வசனம், பின்பு ஒரு நாள் யோபுடைய குமாரரும் அவன் குமாரத்திகளும் தங்கள் மூத்த சகோதரன் വീട്ടിലെ നിങ്ങൾ വായിച്ചാൽ മതി. ചുരുക്കി പറയട്ടെ, ഒറ്റ ദിവസം തന്നെ തന്റെ 10 മക്കളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. நான் சுருக்கி சொல்லுகிறேன், ஒரே நாளில 10 பிள்ளைகளும் மாற்றப்பட்டார்கள். സാത്താൻ എന്താ ദൈവത്തോട് പറഞ്ഞത്? சாத்தான் தேவனோடு என்ன சொன்னான்? എല്ലാ സുഖ സൗകര്യങ്ങളും ഇവൻ ഉണ്ടായത് കൊണ്ടാണ് നിന്നെ ആരാധിക്കുന്നത്. എല്ലാ സുഖ സൗകര്യവും നീർ കൊടുത്തതിനാല ഉമ്മ ആരാധിക്കறான். എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു പോരായ്മ വന്നാൽ അവൻ നിന്നെ തീർച്ചയായും തള്ളിപ്പറയുമെന്നാ പിശാച് പറഞ്ഞത്. നീർ ഒരു കഷ്ടത്തെ കൊടുത്താൽ നിശ്ചയമാ ഉമ്മ വിട്ട് അവൻ ദൂരമാ പോവാൻ. അതുകൊണ്ട് ദൈവം സാത്താനോട് പറഞ്ഞു, എന്റെ ദാസനായ ഇയ്യോബിനെ ഇന്നു മുതൽ നിന്റെ കയ്യിലേക്ക് ഞാൻ തരാം, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം നീ തുടരുത്. ஆனால கர்த்தர் சாத்தானை பார்த்து சொன்னார், நான் அவனை உன் கையில் தருகிறேன், ஆனால் அவனுடைய பிராணனை மட்டும் நீ ஒன்று செய்ய. പിശാച് തൊട്ടപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? பிசாசு தொட்ட வேளையில என்ன நடந்தது? അവന്റെ മക്കൾ 10 പേരും മരിച്ചു. அவனுடைய 10 பிள்ளைகளும் மரித்தார்கள். അവന്റെ സമ്പത്ത് മുഴുവൻ തീക്കരയായി. அவனுடைய சொத்துக்கள் எல்லாம் தீக்கிரையானது. അവന്റെ ബന്ധങ്ങൾ മുഴുവൻ ആമേ തകർക്കപ്പെട്ടു. அவனுடைய நம்பிக்கைகள் எல்லாமே அங்க உடைந்து. അവന്റെ ശരീരം രോഗത്താൽ വ്രണങ്ങളാൽ നിറഞ്ഞു. அவனுடைய சரீரம் பூரா கொப்பளங்களால் நிறைந்தது. അപ്പോൾ ഒന്നാമത് പിശാച് തൊട്ടത് മക്കളെയാണ്. முதலாவது பிசாசு தொட்டது பிள்ளைகளை. പിശാചിന് മനസ്സിലായി മക്കളെ തൊട്ടാൽ ഇവൻ പിന്മാറി പോകുമെന്ന്. പിശാചുക്ക് അവൻ അറിഞ്ഞിരുന്ന പിള്ളകളെ തൊട്ടാൽ ഇവൻ പിന്മാറി പോകും. എന്നാൽ 10 മക്കളുടെ ഡെഡ് ബോഡി തന്റെ വീട്ടിൽ വന്നപ്പോഴും ഇയ്യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. 10 பிள்ளைகளும் அங்கே பணங்களாய் வந்த வேளையிலே யோபு சொன்னார், கர்த்தர் எடுத்தார், கர்த்தர் கொடுத்தார், அவருடைய நாமத்துக்கு மகிமை உண்டாகட்டும். എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരായ ദൈവദാസൻ, ഓ പരിശുദ്ധവാന്കളായ ദേവനുடைய ദാസர்களே, ഈ വിധമായ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഈ വിധമായ കഷ്ടങ്ങൾ നമുക്ക് വന്നാലോ നാം കർത്തரை നാം സ്തുതിக்க வேண்டும். എത്ര പേർ വിശുദ്ധിയോടെ നിലനിൽക്കും? എത്ര പേർ നമ്മ വിശ്വാസത്തിൽ. എന്താ പിശാച് നമ്മുടെ മേൽ വെച്ച തന്ത്രം? இதுதான் சாத்தான் நம்ம மீது வைத்திருக்கிற தந்திரம். അവ ഒരു പാസ വൈഫ് മരിച്ചു പോയാൽ അദ്ദേഹം തമ്മെ പിന്മാറി പോകുമെന്ന് അവന്റെ ഒരു തന്ത്രമാ. பாஸ்டருடைய மனைவி மரித்து விட்டால் அவர் பின்மாறி போவான் என்று சாத்தான் தந்திரம் பண்ணுகிறான். അവരുടെ മക്കൾക്ക് രോഗം വന്നാൽ ചിലർ പിന്മാറി പോകുമെന്ന് പിശാചിന്റെ തന്ത്രമാ. சில ஊழியர்களுடைய பிள்ளைகளுக்கு வியாதி வந்தால் ஊழியர் சோர்ந்து போவார் என்று சாத்தான். സാമ്പത്തിക പ്രശ്നം നേരിട്ടാൽ ഇവ പിന്മാറി പോകുമെന്ന് പിശാച് ചിന്തിക്കുന്നത്. ஊழியர்களுக்கு பண கஷ்டங்கள் வந்தால் பின்மாறி போவான் என்று சாத்தான் நினைக்கிறான். എന്നാൽ പിശാചേ, നീ എത്ര വലിയ തന്ത്രം എന്റെ ജീവിതത്തിൽ മെനഞ്ഞാലും, എന്റെ മക്കളെ നീ തൊട്ടാലും, എന്റെ സമ്പത്തിനെ നശിപ്പിച്ചാലും, എന്റെ ശരീരത്തെ തൊട്ടാലും, അവ എന്റെ ദൈവം ജീവിക്കുന്നു. பிசாசே, என் பிள்ளைகளை என் சொத்துக்களை நீ தொட்டாலும் என் இயேசு இன்னும் ஜீவிக்கிறார் എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ യോബിന് കഴിഞ്ഞു. என்று சொல்லிக்கொண்டு கர்த்தரை துதிக்க யோபால் முடிந்தது. 10 മക്കൾ നഷ്ടപ്പെട്ടു, 10 பிள்ளைகளும் மரித்தார்கள், സമ്പത്ത് നഷ്ടപ്പെട്ടു, சொத்துக்கள் அழிந்தன. എല്ലാറ്റിനേക്കാളും തന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞു. எல்லாவற்றுக்கும் அதிகமாக தன்னுடைய சரீரம் பூராக ரணங்களாய் மாறின. ഇതിലൊന്നും യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. இவைகள் எல்லாவற்றிலும் யோபு இயேசுவை குறை சொல்லவில்லை. ഒടുവിൽ തന്റെ ഭാര്യ പറഞ്ഞു, ഇനി നീ ജീവിക്കണ്ട. மனைவி சொன்னால் இனி நீ ஜீவிக்க வேண்டாம். നിന്റെ ഈ ദുർഗന്ധം, ഈ നാറ്റം സഹിച്ച് ഞാൻ മടുത്തു. உன்னுடைய அந்த நாற்ற புண்களை பார்த்து நான் சோர்ந்து போனேன். ദൈവമക്കളെ പലപ്പോഴും പലരും നമ്മെ കൈവിടും. പലരും നമ്മെ, ദേവനുடைய ജനങ്ങളെ നമ്മെ കൈവിടുവാர்கள். അതുകൊണ്ട് ഇയ്യോബ് വീട് വിട്ട് വെളിയിൽ വന്നു. யோபு வீடை விட்டு வெளியே வந்தார். ചാരത്തിൽ കയറിയിരുന്ന ഒരു ഓട്ട് കഷ്ണം കൊണ്ട് പുഴുക്കളെ ചുരണ്ടി കളയുവാൻ തുടങ്ങി. ஒரு அங்கே சாம்பல்ல உட்கார்ந்திருந்து ஒரு சுரட்டை எடுத்து புழுக்களை அங்கே. എന്താ പിശാച് ദൈവത്തോട് പറഞ്ഞത്? ഇയ്യോബിനെ ഒന്ന് തൊട്ടാൽ അവൻ പിന്മാറി പോകുമെന്ന. പക്ഷേ ഇയ്യോബിനെ 1 അല്ല 10 അല്ല, പല പ്രാവശ്യം പിശാച് തൊട്ടിട്ടും ഇയ്യോബ് പിന്മാറിയില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് അവൻ നോക്കി നിന്നു. ஒரு தடவை நீர் தொட்டு பாரு, யோபு பின்மாறுவான் என்று சொன்னான் சாத்தான். பல தடவை சாத்தான் தொட்டு யோபு பின்மாறவில்லை. இந்த துன்பங்களிலே கர்த்தரை துதித்தார். ഇങ്ങനെയായിരിക്കണം അയ്യബ്ദിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന വിശുദ്ധന്മാരായിരിക്കേണ്ടത്. അയ്യബ്ദിയ സ്ഥാപനത്തിലെ വേല ചെയ്യുന്ന കർത്തരുടെ ஊழியர்கள் இதை போன்று யோபை போல் இருக்க வேண்டும். എന്ത് പ്രശ്നം വന്നാലും യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ. എല്ലാ പ്രശ്നങ്ങൾ വന്നാലും യേശുവിൻ മുഖത്തെ പാരുங்கள். ഒരുപക്ഷേ നമ്മളെ നാട്ടുകാർ അടിച്ചെന്ന് വന്നേക്കാം. ഒരുവേളை ഉലകത്താർ നമ്മെ അടിത്തിருக்கலாம். യേശുവിന്റെ നിമിത്തം നമ്മുടെ തലമുറയെ കൊന്നെന്ന് വന്നേക്കാം. യേശു നിമിത്തം നമ്മുടെ കുടുംബത്തിലുള്ള ചിലരെ കൊന്നിരിக்கலாம். യേശുവിന്റെ നിമിത്തം നമ്മുടെ ആലയത്തിനെതിരെ കല്ലെറിഞ്ഞെന്ന് വന്നേക്കാം. യേശു നിമിത്തം നമ്മുടെ
സഭയിലെ കല്ലെറിഞ്ഞിരിക്കലാം. ഈ പ്രതിസന്ധി വരുമ്പോഴും യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാര് ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. അതിനെ നിറയ്ക്കണമേ എന്ന് ഈ പാൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ഒരാത്മാവിന്റെ ശക്തി, ഒരാത്മാവിന്റെ വ്യാപാരം ഈ പകൽക്കാലം നമ്മുടെ മേൽ വല്ലമേ വല്ലമേ ദേവ കൃപ സിക്കബാ തിലാ കംബറ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മേൽ തന്നിട്ടുള്ള ദൈവത്തിന്റെ കൃപയെ, നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ അന്ധകാര ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ ഇല്ല ഇല്ല. പൗലോസ് പറഞ്ഞു, കഷ്ടത വന്നാലും പട്ടിണി വന്നാലും ആപത്ത് വന്നാലും നഗ്നത വന്നാലും വാള് വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർതിരിക്കാം? கிறிஸ்துவின் அன்பை விட்டு என்னை பிரிப்பவன் யார்? உபத்திரமோ பட்டயமோ நிர்வாணமோ நாசமோ மோசமோ வந்தாலும் கிறிஸ்துவின் அன்பிலிருந்து ஒன்றும் என்னை பிரிக்காது. ഹല്ലേലൂയ, ஹல்லேலூயா, ஹல்லேலூயா. പണം കിട്ടിയതുകൊണ്ടല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്. பணம் தந்தன கிடைத்தனாலல்ல இயேசுவை நான் அறிந்தது. വീട് കിട്ടിയത് കൊണ്ടല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്. വീട് கிடைத்ததனாலல்ல இயேசுவை அறிந்தது. എനിക്കൊരു രോഗസൗഖ്യം തന്നത് കൊണ്ടല്ല ഞാൻ അവനെ അറിഞ്ഞത്. ஏதோ ஒரு சுகம் கிடைத்ததனாலல்ல இயேசுவை அறிந்தது. അതിനേക്കാൾ ഉപരി ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ നിങ്ങളെ ഇരുത്താമെന്ന് അരുളി ചെയ്ത, സ്വർഗസ്ഥലത്തിൽ ഇരുത്താമെന്ന് അരുളി ചെയ്ത, അതിനു വേണ്ടി രക്തം നൽകിയ, കാൽവരി ക്രൂശിൽ ജയം കൊണ്ടാടിയ യേശുവാണ് എന്റെ യേശുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ പിന്മാറി പോകത്തില്ല. கல்வாரி சிலுவையிலே இயேசு செய்த அதி தியாகத்தை, அந்த அன்பை நினைக்கும் போது நிச்சயமாக இயேசு விட்டு நான் பின்மாற மாட்டேன். എത്രയോ വിശുദ്ധന്മാർ ഇവിടെ പിന്മാറിപ്പോയി. எத்தனையோ பரிசுத்தவான்கள் பின்மாறி போய் விட்டார்கள். പൗലോസ് അത് പറയുന്നു. பவுல் சொல்லுகிறார், ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. தோமா இந்த உலகத்தை நேசித்தான். അലക്സാണ്ടറിന്റെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അലക്സാണ്ടറുടെ വിശ്വാസ കപ്പൽ തകർന്നത്. ലോത്ത് നീതിമാനായിരുന്നുവെങ്കിലും അവനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ലോത്ത് നീതിമാനായിരുന്നാലും അവനെ കുറിച്ച് അങ്ങ് വേദം വിധമായി சொல்கிறது. ലോത്ത് നീതിമാനായിരുന്നെങ്കിലും അവൻ വലഞ്ഞുപോയി. യോബ് ലോത്ത് നീതിമാനായിരുന്നാലും അവൻ ചില കാര്യങ്ങളിൽ സോർന്നു പോനാൻ. ഇന്ന് രാത്രി പകൽക്കാലം സ്തോത്രം, ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾ വലഞ്ഞു പോകരുത്. இந்த பகல் வேளையிலே கஷ்டங்களை பார்த்து தேவனுடைய தாசர்களை நீங்கள் சோர்ந்து போக கூடாது. എന്താ ലോത്ത് വലഞ്ഞു പോകാൻ കാരണം? ലോത്ത് ஏன் എதனாலே അവனுக்கு இந்த ദൈവത്തെക്കാൾ മുഖ്യ വിഷയം ഭൗതിക വിഷയമായിരുന്നു. അവനുക്ക് ദേവനെ കാട്ടിലും ശരീരപരമായ വിഷയങ്ങളിൽ സമ്പത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അവനുക്ക് இந்த சொத்துக்கள் കാര്യങ്ങളിൽ மிக முக்கியம் கொடுத்தான். അവൻ കന്നാലിയെ വളർത്തുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അവനുക്ക് அந்த பிள்ளைகளை குறித்து, அந்த കുടുംബത്തെ குறித்து മുഖ്യത്വം കൊടുത്തു. ബാങ്കിൽ ബാലൻസ് സമ്പാദിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ബാങ്കിൽ ഏകമാപ്പെട്ട പണം ശേഖരിക്കാൻ അവൻ മുഖ്യം. അവൻ ഇതിനു വേണ്ടി പോയപ്പോൾ അവന്റെ പല കൂട്ടായ്മകളും നഷ്ടപ്പെട്ടു പോയി. இதனால அவனுடைய ஆவிக்குரிய கூட்டாய்மை நஷ்டப்பட்டது. ദൈവിക ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. தேவனுடைய ஐக்கியம் அவனை விட்டு போனது. അവന്റെ വീട്ടിൽ ഒരു യാഗപീഠമില്ലായിരുന്നു. അവനുடைய വീട്ടിലെ അങ്ങേ ഒരു യാഗം ഇല്ലേ. പക്ഷേ അബ്രഹാം ചെന്ന് കൂടാരം അടിച്ചിടത്തൊക്കെയും അവൻ യാഗപീഠം പണിതു യഹോവയെ ആരാധിക്കുന്നവനായിരുന്നു അബ്രഹാം. ആബ്രഹാം ചെന്ന ഇടങ്ങളിലെല്ലാം ബലിപീഠം ഉണ്ടാക്കി കർത്തരെ അങ്ങേ സ്തുതിത്താൻ, ആരാധിത്താൻ. പക്ഷേ ലോത്ത് യാഗപീഠം പണിതില്ല. ലോത്ത് എവിടെ ചെന്നാലും പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ലോത്തുക്ക് എങ്ക ചെന്ന ഇടങ്ങളിലെല്ലാം ബലിപീഠം കെട്ടവില്ലേ, പണം സമ്പാദിപ്പതിൽ അവൻ നീരോട്ടമുള്ള ദേശമൊക്കെ തെരഞ്ഞെടുത്തു. നല്ല സെളിപ്പാന ദേശത്തെ തെരഞ്ഞെടുത്താൻ അവൻ ഹല്ലേലൂയ സ്തോത്രം, സോദോമിന്റെ അതിർവരെയും അവൻ പോയി. ഹല്ലേലൂയ, ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. സോദോമിലെ ഒവ്വൊരു ഇടങ്ങളിലും ചെന്ന് അവൻ அதை കണ്ടുപിടിത്താൻ. എന്നാൽ അവൻ സമ്പാദിച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ദൈവം നശിപ്പിച്ചു. അവൻ സമ്പാദിച്ചതെല്ലാം ഒരേ നാളേലെ കർത്തർ അങ്ങ് മലിത്താർ. അവൻ വളർത്തിയ ആടിനെയോ, അവൻ വളർത്ത ആടുകൾ, അവന്റെ താറാവിനെയോ, അവനുடைய താറാക്കൾ, അവന്റെ പശുവിനെയോ, അവനുடைய പശുക്കൾ, അവന്റെ മുയലിനെയോ, അവനുடைய മുയലുകൾ, കോഴിയിട്ട 10 മുട്ട പോലും എടുക്കുവാൻ കഴിയാതെ വേണം വേഗത്തിൽ പൊക്കോളാൻ പറഞ്ഞു. കോഴിയിട്ട മുട്ട 10 മുട്ടയെ കൂടെ എടുക്കാമ നീ വേഗമായി ചെല്ല്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ ഈ ലോകം കൊണ്ട് തീരും. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ സ്വർഗത്തിൽ എത്തിക്കുവാൻ അത് കാരണമായി തീരും. அந்த உலகத்துல சம்பாதிக்கிறதெல்லாம் இப்படிதான் போகும். ஆனால் பரிசுத்தத்திலே கர்த்தருக்காக நின்றால் பரலோகத்திலே நமக்கு இடம் உண்டு. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാ. தேவன் என்ன சொன்னார்? நீ இந்த சமபூமியில் நில்லாதே, ഓടിപ്പോ, ജീവൻ തപ്പ. പുറകോട്ട് നോക്കരുത്, പിന്നിട്ട് പാറാതെ. അങ്ങനെ അവർ ജീവരക്ഷാർത്ഥം കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഓടുകയാ. അവൻ തന്നുடைய ജീവനെ പാതുകാക്ക തൻ മകളെ പിടിച്ചുകൊണ്ട് പോകുகிறான். ഓടുന്ന ഓട്ടത്തിൽ ലോത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഓടുகிற ഓട്ടത്തിലെ അങ്ങ് ലോത്തിൻ മനവി പിന്നിട്ട് பார்த்தாள். അവൾ ഇന്നലെ വരെയും വളർത്തിക്കൊണ്ടുവന്ന തന്റെ ആട്, പശു, കോഴി, താറാവ്, அவளுடைய நம்பிக்கையெல்லாம் அந்த
കാറ കോഴി அந்த பசு இது ஆடுகளை குறித்து ദൈവദാസന്മാരെ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ரெண்டு காரியங்கள் தான் நம்மிடத்துல உண்டு. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, எபிரேய நிருபத்துல சொல்லுகிறார், ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. பிலிப்பிய நிருபத்துல சொல்லி இருக்கு, ആമേ പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലേക്ക് നാം എന്ത് ചെയ്യണം? ഓടണം. பின்பில் உள்ளதை மறந்து முன்னே நோக்கி ஓட வேண்டும். പിൻപിലുള്ളത് മറക്കാത്തവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയില്ല. பின்னால உள்ளதை மறக்காட்ட கர்த்தருக்காக ஓட முடியாது. പിൻപിൽ നിന്റെ പാരമ്പര്യമാണുള്ളത്. பின்னால இருக்கிற நம்முடைய பாரம்பரியங்கள், നിന്റെ സ്വത്തുക്കളാണുള്ളത്. சொத்து செல்வங்கள். എന്നാൽ മുമ്പിലുള്ളത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവാണ് മുമ്പിലുള്ളത്. முன்பா இருக்கிறது விசுவாச நாயகனும் நம்மை நடத்துகிற இயேசு. നീ മുൻപോട്ട് പോയാൽ രക്ഷാനിർണയം പ്രാപിക്കും. நீ முன்னாக சென்றால் உங்களுக்கு ரட்சிப்பு നീ கிடைக்கும். മുന്നോട്ട് പോയാൽ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലും. நீ முன்னா சென்றால் இயேசுவின் பக்கத்துல செல்லலாம். എന്താ പുറകിലോട്ട് നോക്കിയാൽ ഹല്ലേലൂയ, നീ പാപത്തിന്റെ അടിമത്തത്തിൽ അവേ സ്തോത്രം തകർന്നു പോകും. ஆனால் நீ பின்னே பார்த்தால் லோத்தை போல நீ அங்கே பாவத்தின் அடித்தட்டில் சென்று അതുകൊണ്ട് விடுவாய். ലോത്തും തന്റെ മക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ഓടുകയാ. லோத்து தன்னுடைய ரெண்டு பிள்ளைகளையும் கையில பிடித்துக் கொண்டு அங்க முன்னே ஓடுகிறார். അപ്പൊ ലോത്തിന്റെ ഭാര്യ ചിന്തിച്ചു, അച്ഛനും മക്കൾക്ക് ഓടാം, ഇന്നലെ വരെ ഞാനല്ലോ ഇത് അനുഭവിച്ചു, ഒന്ന് നോക്കിയേക്കാ എന്ന് വിചാരിച്ചു. நான் கொஞ்சம் அப்படி பின்ன பார்க்கட்டேன், நான் என்னுடைய சொத்துக்களை பார்க்கட்டுமே. അവൾ ക്ഷണത്തിൽ ഉപ്പുതൂണായി മാറി. அவ ஒரு செகண்ட் ஒரு நிமிடத்தில் அவ உப்பு தூணாய் மாறினாள். പാലസ്തീനിൽ ഇന്നും അതൊരു തെളിവായി നിൽക്കുന്നു. இன்றைக்கும் அவள் அங்கே அந்த நாட்டிலே உப்பு தூணாய் நிற்கிறாள். എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ദൈവവചനം പറയുന്നു, ஆபிரகாமை குறித்து தேவ வசனம் சொல்லுது, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ஆபிரகாம் தேவனுடைய சன்னதியில் நின்றார். അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ஆபிரகாமை தேவன் ஆசீர்வதித்தார். അവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. அவனுடைய தலைமுறையை கர்த்தர் അവന്റെ ஆசீர்வதித்தார். കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിച്ചു. அவனுடைய பேர பிள்ளைகளை கர்த்தர் അവന്റെ മകൻ ഇസഹാക്ക് നിസാരക്കാരനല്ലായിരുന്നു. அவன் சாதாரண மனிதன் அல்ல, பெரியவனாய் மாறினான். ഹല്ലേലൂയ, അവന്റെ മകൻ യാക്കോബ് നിസാരക്കാരനല്ലായിരുന്നു. யாக்கோபு அங்க அவன் வல்லவனாய் இருந்தான். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വലഞ്ഞുപോയ ഒരു നീതിമാനാകാനല്ല, ഇതാ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. யோசுவா சொன்னது போல நானும் என் வீட்டாருமோ வென்றால் கர்த்தரை சேவிப்போம் என்ற தீர்மானத்தோடு கர்த்தருடைய தாசன்மார்களாய் நாம் காணப்பட வேண்டும். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോവിന്റെ ഭൗതിക നന്മകൾ, തലമുറ സമ്പത്ത്, മക്കൾ സമ്പത്ത്, ശരീര സമ്പത്ത് എല്ലാം നഷ്ടമായി പോയിട്ടും പിശാച് പറഞ്ഞതുപോലെ ആര് ചെയ്തില്ല? ഇയ്യോബ് ചെയ്തില്ല. அங்கே யோபுடைய பிள்ளைகள் அவனுடைய சொத்துக்கள் எல்லாம் தகர்க்கப்பட்ட வேளையிலையும் பிசாசு செய்து சொன்னது போல யோபு செய்யவில்லை. എന്താ പിശാച് ദൈവത്തോട് പറഞ്ഞത്? என்ன பிசாசு தேவனோடு சொன்னான்? നീ അവനെ ഒന്ന് തൊട്ടാ മതി. நீ അവனை தொட்டால் போதும். ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ല് പറയും, எங்க நாட்டுல ஒரு பழமொழி சொல்லுவாங்க, ഇഴഞ്ഞു പോകുന്ന പാമ്പിനെ കണ്ടിട്ട് பாம்பை பார்த்துட்டு അല്പം പൊടിമണ്ണ് എടുത്ത് എറിഞ്ഞു നോക്കിയാ മതി. கொஞ்சம் பொடி மண்ணை எடுத்து எரிஞ்சா போதும். ഇത് ചേരയാണോ മൂർഖനാണെന്ന് അപ്പൊ അറിയാം. உடனே நமக்கு தெரியாது நல்ல பாம்பா அல்லது விஷம் இல்லாத பாம்பா. ചേരയാണെ പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പോകും. சார பாம்புன்னா டக்குன்னு ஓடிரும். എന്നാ മൂർഖനാണ് തല പൊത്തി അത് പത്തി വിടർത്തും. ஆனால் நல்ல பாம்புனா அப்படி நிக்கும் படம் எடுத்துட்டு. കഷ്ടത വരുമ്പോ എത്ര പേർക്ക് നിൽക്കാൻ പറ്റും? கர்த்தர் வரும்போது எத்தனை பேருக்கு நமக்கு நிற்க முடியும்? പ്രശ്നം വരുമ്പോ എത്ര പേര് സ്റ്റേൺ ആയിട്ട് യോബിനെ പോലെ നിൽക്കും? எத்தனை பேர் சேவானை போல கர்த்தருக்காக நிற்க முடியும்? ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫ് യോനായെ പോലെ, நம்முடைய சில காரியங்கள் யோனாவை போல இருக்கிறது. യോന വലിയ പ്രവാചകനായിരുന്നു. யோனா ஒரு பெரிய தீர்க்கதரிசியா இருந்தார். അതുകൊണ്ട് പുള്ളി എന്ത് പ്രവചിച്ചാലും അതുപോലെ നടക്കണം. நான் என்ன தீர்க்க தரிசனம் சொன்னாலும் அது அப்படி நடக்கணும். അതുകൊണ്ട് അദ്ദേഹത്തെ നിനവയ്ക്ക് സ്തോത്രം പ്രസംഗിക്കാൻ വേണ്ടി എങ്ങോട്ട് വിട്ടു? നിനവയ്ക്ക് അയച്ചു. தேவன் அவரை நினிவேக்கு பிரசங்கம் பண்ணும்படி அனுப்பினார். അദ്ദേഹത്തിന് നേരത്തെ ദൈവത്തെ കുറിച്ച് ഒരു കമന്റ് ഉണ്ട്. ஏற்கனவே தேவனை குறித்து ஒரு காரியம் அவர் சொன்னார். ഓരോ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു വിടും, நீ சில காரியங்களை என்னிடத்துல சொல்லுவீரு, ഞാൻ അതുപോലെ ചെന്ന് അവിടെ പറയും, நான் அதே போல அங்க போய் சொல்லுவேன். അവിടുത്തെ ജന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നീ അനുദപിക്കും. அந்த ஜனங்கள் கண்ணீரோடு ஜெபிக்கும் போது நீர் இறங்குவீரு. അപ്പോ നീ അനുദപിച്ചാൽ പിന്നെ അവരെ ശിക്ഷിക്കത്തില്ല, പിന്നെ എന്റെ പ്രവചനം തെറ്റായി പോകും. நீர் அவங்க கண்ணீர் விடும்போது நீர் இறங்குவீரு, அப்புறம் நீர் அவர்களை தண்டிக்க மாட்டீர், என்னுடைய தீர்க்க தரிசனம் அழியும். ചില പ്രവാചകന്മാരുടെ ഇഷ്ടം അതാ. சில தீர்க்கதரிசிகளுடைய இஷ்டம் இதாக்கும். ജനം നശിച്ചാലും കുഴപ്പമില്ല, ஜனங்கள் அழிந்தாலும் பரவாயில்லை, 1000 എണ്ണം ചത്താലും കുഴപ്പമില്ല, 1000 பேர் செத்தாலும் பரவாயில்லை, എന്റെ പ്രവചനം കറക്റ്റാണ്. என்னுடைய தீர்க்க தரிசனம் கரெக்டா அடிக்கணும். എന്നാ ദൈവം അങ്ങനെയല്ല. தேவன் அப்படிப்பட்டவர் அல்ல. എത്ര വലിയ പ്രവചനം പറഞ്ഞാലും, எவ்வளவு பெரிய தீர்க்க தரிசனம் சொன்னாலும், ദൈവം ആപ്തിന്റെ സന്നിധിയിൽ അനുദപിച്ചാൽ ദൈവം മനസ്സറിയുന്നത്
നാം ഉണർന്ന് ജപിച്ചാൽ അവർ ഇറങ്ങുകിற ദൈവം. ഹിസ്കിയാവിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, പ്രവാചകനെ അയച്ചു പറഞ്ഞു, നിന്റെ ഗൃഹകാര്യമൊക്കെ ക്രമപ്പെടുത്താൻ പറഞ്ഞു. அங்கே இன்னொரு தீர்க்கதரிசியிடத்தில் கர்த்தர் விதமாக சொல்லுகிறார். യെശയ്യാവിനെ പറഞ്ഞു വിട്ടത് ஏசாயாவை கொண்டு. ആമേ അദ്ദേഹം ചെന്ന് പറഞ്ഞു, നീ മരിക്കും, നിന്റെ ഗൃഹകാര്യമൊക്കെ ശരിയാക്കാൻ പറഞ്ഞു. நீ சீக்கிரமாக மரித்து போவாய் என்று சொன்னார். നമ്മുടെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരായിട്ട് ജീവിച്ചേനെ. நம்ம எப்படி நம்ம பரிசுத்தமாய் நாம் ஜீவிக்க வேண்டும். നമ്മുടെ ജീവിതമൊക്കെ ക്രമീകരിച്ചേനെ. ജീവിതത്തെ നീ എല്ലാத்தையும் ഇത് பண்ணு. സഭയിലുള്ള എല്ലാവരോടും ക്ഷമ ചോദിച്ചേനെ. സഭയിലുള്ള എല്ലാവരുടെയും നമ്മൾ മன்னிப்பு കേൾക്കണം. ഭാര്യ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിച്ചേനെ. മனைവിയിടത്തിലെ തപ്പ് ചെയ്താൽ അത് മன்னிப்பு കേൾക്കണം. നമ്മുടെ കൂടെയുള്ള ദൈവദാസന്മാരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ക്ഷമ ചോദിച്ചേനെ. നമ്മുടെ കൂടെ ഉള്ള ദേവദാസന്മാരുടെ ഏதாவது இருந்தாலும் நம்ம மன்னிப்பு கேட்கணும். എന്നിട്ട് നല്ല വിശുദ്ധനായി സ്വർഗ്ഗത്തേക്ക് പോയേനെ. அப்படி நம்ம பரிசுத்தமாய் பரலோகத்துக்கு போகணும். പക്ഷേ ഇവിടെ ഹിസ്കിയാവിന്റെ വിഷയം ആമേ സ്തോത്ര സ്വർഗ്ഗത്തേക്ക് പോകുകയല്ല, കുറച്ചു കാലം കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. യെശയ്യാവുക്ക് പരലോകം പോകണമെന്നുള്ള ആശ ഇല്ല, ഉലകത്തിൽ കൊഞ്ച കാലം കൂടെ വാഴണം. യെശയ്യാവ് ആമേ പ്രവചനം പറഞ്ഞിട്ട് പോയി. ദീർഘദർശി അങ്ങ് ദീർഘദർശനം ചൊല്ലിട്ട് പോനാർ. ഹിസ്കിയാവ് ചുവരിന്റെ നേരെ നോക്കിയിട്ട് കണ്ണുനീരോടെ കരഞ്ഞു. യെശയ്യാ സുവർപുറമായി മുഖത്തെ തിരുപ്പി കണ്ണീരോടി ജപം പണിനാർ. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ദൈവമേ, ഉമക്കാக நான் உண்மை உத்தமமாய் உழைத்தேனே. ഒത്തിരി പ്രവർത്തിച്ചു. நான் அதிகமாக நான் வேலை செய்தேனே. കുറച്ച് ആമേ നാളും കൂടെ എനിക്ക് ജീവൻ നൽകി തരണമേ. எனக்கு கொஞ்ச நாள் கூட எனக்கு வேணுமே இந்த உலகத்துல வாழ்றதுக்கு. അവൻ കരയാൻ തുടങ്ങിയപ്പോൾ ദൈവം അവന്റെ ആമേ ആയുസിനെ കൂട്ടി കൊടുത്തു. അവൻ അഴുത വേളയിലെ தேவன் இரக்கம் செய்து அவனுடைய ஆயுசு நாளை கூட்டி கொடுத்தார். യെശയ്യാവിനോട് തന്നെ ചെന്ന് പറയാൻ പറഞ്ഞു, കുറച്ചും കൂടെ ആയുസിനെ കൂട്ടി തന്നിരിക്കുന്നു. യേശുവിடத்துல அங்க தீர்க்கதரிசியிடத்துல சொன்னார், அவனுக்கு கொஞ்சம் ஆயுசு நாளை கூட்டி கொடுத்திருக்கிறேன். പാസ്റ്ററേ, ഹിസ്കിയാവിന് ആയുസ് കൂടി കിട്ടിയോണ്ട് വല്ല ഗുണം ഉണ്ടായോ? பாஸ்டரையா, യെശയ്യാவுக்கு 15 ആണ്ടുകളെ കൂട്ടി കൊടുത്തനാல ഏതാ ഗുണം വന്നാ ഉണ്ടോ? സെൽവരാജ് പാസ്റ്റർ, ഒരു ഗുണം ഉണ്ടായില്ല. കുറച്ചാളെ തിന്നും കുടിച്ച് ജീവിച്ചു. അയാളെ മക്കളെ രാജ്യത്തെ അദ്ദേഹം കൊലയ്ക്ക് കൊടുത്തു. 15 வருஷம் കൂട്ടി കൊടുത്ത് ഒരു നന്മയും ഉണ്ടാകയില്ല. അവൻ ചാപ്പിട്ട് എടുത്തിട്ട് അങ്ങ് തവറ് தான் பண்ணனா. അപ്പൊ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. அப்படி ജീവിച്ചിട്ട് നമ്മ வாழ்ந்து பயனிല്ല. ദൈവം പറയുമ്പോ ഇതാ ഞാൻ നിന്റെ ദാസൻ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ദൈവദാസന്മാർ എത്ര പേര് ഇതിനകത്തുണ്ട്? கர்த்தர் ஒரு காரியத்தை சொல்லும்போது, ஆண்டவரே நான் இருக்கிறேன், நான் என்னை ஒப்படைக்கிறேன் என்று எத்தருடைய கர்த்தருடைய தாசர்கள் கூறுவீர்கள். ഹിസ്കിയാവ് സുഖം പ്രാപിച്ചപ്പോൾ ആളുകളെല്ലാം സമ്മാനമായി തന്നെ കാണാൻ വന്നു. ராஜாவுக்கு சுகம் கிடைச்ச உடனே எல்லா சொந்தக்காரங்களும் பெரியவங்களும் பார்க்க வந்தாங்க. ശത്രു രാജ്യത്തു നിന്നും ആളുകൾ വന്നു. சத்துருடைய ராஜ்யங்களிலிருந்தும் பெரிய தலைவர்கள் வந்தாங்க. നമുക്ക് പിന്നെ സന്തോഷമുണ്ട്, നമ്മളെല്ലാം ഓപ്പൺ ചെയ്യും. நமக்கு சந்தோஷம் வந்துட்டா எல்லாத்தையும் நம்ம திறந்து காட்டணும். എല്ലാം ഓപ്പൺ ചെയ്തത് നമുക്ക് പണി കിട്ടും. நம்ம எல்லாத்தையும் திறந்து காட்டினா அங்கே நியாய தீர்ப்பு വരും. അങ്ങനെ സൗഖ്യം കിട്ടിയ കാര്യം പറഞ്ഞു, എനിക്ക് ദൈവം തന്ന നന്മ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ ചില ആളുകളെയൊക്കെ തന്റെ ആയുധപൂരയൊക്കെ കൊണ്ട് കാണിച്ചു. அங்கே தன்னுடைய சில ஆட்களை அங்க மிக முக்கியமான ஆட்களை கொண்டு அங்க பொக்கிஷ சாலைக்கெல்லாம் அழைத்து கொண்டு போனார். ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു രാജ്യം ഇന്നും വന്നാൽ ആദ്യം നോക്കുന്നത് ഇങ്ങനെ ഗ്രാമങ്ങളല്ല. யுத்தத்துக்கு ஒரு ராஜா வரும்போது அவன் பார்ப்பது கிராமங்களே அல்ல, വലിയ വലിയ ബിൽഡിങ്ങുകൾ, பெரிய பெரிய பில்டிங், തുമ്പ റോക്കറ്റ് വിക്ഷേപണം പോലെയുള്ളതായ ചില സ്ഥാപനങ്ങൾ, பெரிய முக்கிய முக்கிய ஸ்தாபனங்கள், വലിയ വലിയ പാലങ്ങൾ, பெரிய பெரிய பாலங்கள், വലിയ ഓഡിറ്റോറിയങ്ങൾ, பெரிய பெரிய ஆடிட்டோரியங்கள். വലിയ കാര്യത്തിന്റെ മേലെ അവൻ ബോംബിടും. அவன் பெரிய காரியங்களை தான் அவன். അപ്പൊ അതിനു മുമ്പ് ആമേ നമ്മുടെ ശക്തി എവിടെ ഇരിക്കുന്നതെന്നാ ശത്രു എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബലം എങ്ക இருக்கிறது என்று சத்துரு பார்த்துட்டு இருக்கிறான். ആമേ ശിംശോന്റെ മേലെ ഒരു ശക്തി ഉണ്ടായിരുന്നു. சிம்சோனுக்கு மேல ஒரு வல்லமை இருந்தது. ഇത് എവിടെ ഇരിക്കുന്നതെന്ന് ഒരിക്കൽ പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. ஆனால் அது எங்க இருந்து வருகிறது என்று யாருக்குமே தெரியல. പുള്ളി എത്ര കയറ് കൊണ്ട് ബന്ധിച്ചാലും അത് ചണനൂല് പോലെ പൊട്ടിക്കും. எந்த கயிறு வைத்து கட்டினாலும் அது சணல் நூல் போல அது நெருப்பப்பட்ட உடனே വാളും വടിയും ഇല്ലെങ്കിലും തന്റെ മുമ്പിലുള്ളവരെ ഒരു കഴുതയുടെ താടിയല് കൊണ്ട് എന്ത് ചെയ്യും? കൊല്ലാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട്. ஈட்டியும் வாளும் இல்லாவிட்டாலோ ஒரு எலும்பை கொண்டு 1000 பேரை கொலை செய்யக்கூடிய சக்தி இருந்தது. ഈ ശക്തി എവിടാന്ന് ആർക്കും അറിയത്തില്ല. இது இந்த பலன் எங்க எப்படி வந்ததுன்னு யாருக்கும் தெரியாது. பெலிஸ்தർ പല വഴി നോക്കി കണ്ടുപിടിച്ചില്ല. പല വഴികളെ பார்த்தும் பெலிஸ்தர்களால கண்டுபிடிக்க முடியல. അപ്പൊ അതുകൊണ്ട് ആമേ ബൈബിളുണ്ട്, ജഡമോഹം, കൺമോഹം, ലോകത്തിന്റെ ജീവനത്തിന്റെ പ്രതാപം. அதாவது சரீர கண்மோகம், இச்சை, துராசைகள் இவைகளெல்லாம் உண்டு என்று வேதம் கூறுகிறது. പണം നോക്കിയിട്ട് പറ്റിയില്ല. பல விதத்துல பார்த்தும் அவங்களுக்கு ஜெயம் பெற முடியல. വസ്തു തരാന്ന് പറഞ്ഞിട്ടും പറ്റിയില്ല. சொத்து தாரேன்னு சொன்ன வேளையிலே முடியல. അപ്പൊ പണം കൊടുത്താലും വസ്തു കൊടുത്താലും കിട്ടാത്ത കാര്യം നടക്കുന്നത് പെണ്ണിനെ വിട്ടാ കിട്ടും. சொத்து பணமா கொடுத்தாலும் இவன் வெற்றி அடைய முடியாது. பெண்ணை கொடுத்தா நம்ம வெற்றி பெறலாம். സുന്ദരിയായ ഒരു ദലിയരെ പറഞ്ഞു വിട്ടു. ഫെലിസ്തീൻ പൈസ കൊടുത്തു. എത്ര ലക്ഷം വേണേ തന്നാൽ ഇവന്റെ ശക്തി എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ஒரு அழகான பெண்ணை செலிலால கொடுத்து உனக்கு நாங்க பணம் தரலாம், இவனுடைய பலம் எங்க இருந்து வருதுன்னு கண்டுபிடிக்கணும். വർഷങ്ങൾ കൊണ്ട് നീ സമ്പാദിച്ച നിന്റെ കൃപയെ
കൃപയെ ചോർത്തിക്കളയുവാൻ ഇന്നും അന്ധകാര ശക്തികൾ ഊടാടി നടക്കുമ്പോൾ ദൈവകൃപയിൽ വിശുദ്ധിയോടെ നിൽക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഈ പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുക. வருஷக்கணக்காக ஆண்டவர் தந்த கிருபையை தெளிலால் இடத்தில் கொடுக்காதபடி கர்த்தருக்காக வாழ பரிசுத்தவான்களாய் நமக்கு கர்த்தர் கிருபை தருவாராக. അങ്ങനെ ഈ ശിംശോനെ ദലീല സ്നേഹിച്ചു. இவ்விதமாக தெளிலால் சிம்சோனை நேசித்தாள். ഇവര് കാറ്റുകൊള്ളാൻ പല തോട്ടങ്ങളിലും പോകാൻ തുടങ്ങി. இவர் விதமாக பல தோட்டங்களுக்கு சென்றார். പലപ്പോഴും ദലീലയുടെ മടിയിൽ ഈ പുള്ളി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പല വേളകളിലെ തെളിലാൾക്ക് മടിയിലോ കിടന്ന് തൂങ്ങിനാര്. ഇന്നലകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഈ സഹോദരിയുടെ മടിയിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇവർ വല്ലമേ നല്ല ജപവീരൻ ஆனால் இப்பொழுது தெளிலாൾക്ക് മടിയിൽ കിടക്കുകയാണ്. കൃപയെ ചോർത്തിക്കളയുവാൻ ശത്രു ഏത് പണിയും ചെയ്യും. അവിടെ വിജയിക്കുന്നവനാണ് യോബിനെ പോലുള്ള ഭക്തന്മാർ. பரிசுத்தவான்களே, நம்முடைய ஊழியத்தை நம்மை கெடுக்க சாத்தான் பல வழிகளை வைத்திருப்பான். யோபை போல ஜெயிக்க வேண்டும். അപ്പൊ യോബിന് ആമേൻ സ്തോത്രം ശിംശോന് നല്ല സുഖം തോന്നി. സിംസോനുക്ക് ഇപ്പൊ നല്ല സുഖം തേടണം. അദ്ദേഹത്തിന്റെ മുടിയിലൂടെ അവിടെ വിരല് ഇങ്ങനെ കയറ്റി വിട്ടു. അവനുடைய മുടികളെ തലമുടിയ ജടയെ വെട്ടിനാர்கள். ചോദിച്ചു, അച്ചായ നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, നിന്റെ ശക്തി അവിടെ ഇരിക്കുന്നേ. അവൾ കേൾക്കണ, നീ എന്നെ ഉണ്മയാ നേസിക്കല, ഉൻ ബലനെ എന്നിടത്തില சொல்லலையே. ഇവിടെ ഇവക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ല, ഇവൻ കൂലി കൊടുത്തിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് നിന്റെ ശക്തി എവിടെ നിറഞ്ഞിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിട്ടാ ഇവള് സ്നേഹിക്കുന്നത്. ലോക സ്നേഹം നിന്നെ തകർക്കുന്നതാണ്. இவனை மேல நேசம் இல்ல, பணத்தை வாங்கிட்டு இவனை கொலை செய்ய வேண்டும், அதற்காக அவள் சிநேகிக்கிறாள். ആ സ്നേഹത്തിനകത്ത് എല്ലാ വഞ്ചനയും ഉണ്ട്. அந்த സ്നേഹത്തിലെ എല്ലാ കള്ളത്തനവും വഞ്ചനയും ഉണ്ട്. പക്ഷേ ഒടുവിൽ നിന്റെ ശക്തി അവിടെ നഷ്ടപ്പെട്ടു പോകും. ഉன்னுடைய பலன் നഷ്ടപ്പെട്ടു പോകக்கூடாது. അങ്ങനെ ദലീല പല പ്രാവശ്യം ഇവനെ വശീകരിച്ചു. തെളിലാൾ പല തടവയും അവനെ മയക്കിനാൾ. എന്നാൽ ഒടുവിൽ ഈ ദലീല അവൻ ഏറ്റവും അധികം അവനെ എന്ത് ചെയ്തു? സ്നേഹിച്ച് അങ്ങോട്ട് വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി. தெளிலாள் இவனை அதிகமாய் நேசித்து அவன் இருதயத்தில் உள்ளதை அவன் எடுக்க அவன் முற்பட்டாள். അവൻ പറഞ്ഞു, എന്റെ ശക്തി ഈ ജടയ്ക്കകത്തായിരിക്കുന്നു പറഞ്ഞു. അവനുடைய இதயத்தில் நெருக்கப்பட்டதனால என்னுடைய பலன் இந்த முடியில் இருக்கிறது. അത് കേട്ടപ്പോഴേ ദലീല പറഞ്ഞു, അച്ചാൻ സുഖമായിട്ട് ഉറങ്ങിക്കോ, എന്റെ മടി നല്ല വിശാലമായി കിടക്കുക. தெளிலாளுடைய மடியில மாப்பிள்ளை நீ நல்லா படுத்துக்க அப்படின்னு சொல்லி படுக்க வைத்தாள். എന്നിട്ട് പുള്ളിക്കാരെ ഇത് കേട്ട വാതി സൂപ്പറായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. അവ ചെയ്ത മാല നല്ല കിടന്ന് ഉറങ്ങണ മടിയില. അപ്പോൾ തന്നെ പെലിസ്തൻ അപ്പുറത്ത് മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പെലിസ്തர்கள் അങ്ങ് മറൈந்து நின்றார்கள். ഞൊടി നേരം കൊണ്ട് അവള് കൈ കാണിച്ചു പോരാൻ പറഞ്ഞു. ഒരു സെക്കൻഡില് കയ്യെ കാട്ടണ, എല്ലാരും വാങ്ങണേ. നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ട് ഒരു ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചു, ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കുക. நீங்க பைசா தந்து எனக்கு ஒரு வேலையை தந்தீங்க, அதை கரெக்டா செய்து முடிச்சிருக்கேன். അപ്പോൾ തന്നെ പെലിസ്തർ വന്ന് അവനെ ബന്ധിച്ചു. உடனே வந்து பெலிஸ்தர்கள் அவனுடைய கையும் காலையும் கட்டினார்கள். അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അവനുடைய കണ്ണை കുത്തി അവர்கள் കണ്ണை എടുത്താர்கள். കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ വിശുദ്ധിയാണ് പിശാച് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. நம்முடைய பார்வையை, பரிசுத்தத்தை தேவனுடைய தாசர்களே சத்துரு அழிக்க முற்படுவார். അവനെ ബന്ധിച്ചു. அவனை சங்கிலினால் கட்டினார்கள். പക്ഷേ ഈ ശിംശോൻ ഇതൊന്നും മനസ്സിലാക്കിയില്ല. இது ஒன்றும் சிம்சோன் புரிந்து கொள்ளவில்லை. അവൻ വീണ്ടും എഴുന്നേറ്റ് കുടഞ്ഞു. அவன் திரும்பவும் எழும்புவேன் என்றான். പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ஆனா ஒன்றுமே நடக்கவில்லை. നീതിമാനാണെങ്കിൽ നമ്മൾ വലഞ്ഞു പോകരുത്. நீதிமானாகிய தேவனுடைய தாசனே, நாம் பின்மாறி போக கூடாது. ലോത്തിനെ പോലെ വലഞ്ഞു പോകരുത്. ലോത്തെ പോലെ പിന്മാറ കൂടാതെ. ആമേൻ സ്തോത്രം. ശിംശോനെ പോലെ നമ്മുടെ ശക്തി കളയരുത്. സിംസോനെ പോലെ നമ്മുടെ ബലനെ ഇളന്നു വിടக்கூடாது. ദേമാസിനെ പോലെ ലോക സ്നേഹിയാകരുത്. ദേമാസെ പോലെ നമ്മ ഉലക സ്നേഹത്തിലെ പോകരുത്. യേശുവിന്റെ ഒരു ശിഷ്യനായ യൂദയെ പോലെ പണക്കൊതിയനാകരുത്. യേശുവിന്റെ ശിഷ്യനായ യൂദാസെ പോലെ പണ ആശை പിടിച്ചവരായിരിക്കും. ശിഷ്യനായ യൂദയ്ക്ക് എന്താ പറ്റിയത്? യേശുവിൻ ശിഷ്യനായ യൂദാസുക്ക് என்ன நடந்தது? യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി അവൻ പണത്തെ സ്നേഹിച്ചു. യേശുവെ നേസിക്കുന്നതിനെ കാട്ടിലും പണത്തെ അധികമായി നേസിച്ചു. അവൻ കൂടെ പൈസ മോഷ്ടിക്കുമായിരുന്നു. അവൻ കൂടെ അങ്ങ് മറ്റൊരിടത്തിലെ സ്നേഹം வைத்திருந்தான். അങ്ങനെ കിട്ടിയത് അവന് തികയാതെ വന്നു. അതെല്ലാം അവനക്ക് പണം കയ്യിലെ കടയിച്ച് അതെല്ലാം അവനക്ക് തികയില്ല. ഒടുവിൽ സ്വന്തം ഗുരുവിനെ ഒറ്റ കൊടുത്തിട്ട് അവൻ സമ്പാദിക്കാൻ തുടങ്ങി. തന്നുடைய சொந்த நேச குருவை காட்டி கொடுத்து சம்பாதிக்க. ഒറ്റ കൊടുത്ത 30 വെള്ളി കാശ് അവന് ഉപകരിച്ചില്ല. அந்த 30 வெள்ளி காசுக்காக அவன் நம்பிக்கை துரோகியா மாறினான். അവനെ പറഞ്ഞു വിട്ട പുരോഹിതന്മാരുടെ മുമ്പിൽ അവൻ കൊണ്ട് അത് വലിച്ചെറിഞ്ഞു. അവനെ அந்த பிரதான ஆசாரியர்களுக்கு முன்பாக அந்த பணத்தை அவன் எறிந்தான். ഗുരുവിനെ വിറ്റ പണം കയ്യിലിരിക്കുന്നിടത്തോളം കാലം യൂദേ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. குருவை விற்ற அந்த பணம் உன் கையில இருக்கும்போது யூதாசே நீ சமாதானமற்றவனாய் നീ ഒറ്റ കൊടുത്തത് നിന്റെ ഗുരുവിനെയാണ്. നീ കാട്ടി കൊടുത്തത് ഉன்னுடைய ഗുരുവേ. അവൻ നീ പൈസയ്ക്ക് വേണ്ടി കളിച്ചത് നിന്റെ ആമേ സ്തോത്രം ഗുരുവിനെ
കുരുവിനെ വിറ്റാണ് നീ കളിച്ചത്. ഓ നീ പണം നീ സമ്പാദിച്ചത് കുരുவை விற்று பணத்தை சம்பாதித்தாய். എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ஐயோ என்னை கேட்கிற கர்த்தருடைய தாசனே, ദൈവഹിതമില്ലാത്ത പണം നമ്മുടെ വീട്ടിൽ വരരുത്. தேவ சித்தமில்லாத பணம் நம்முடைய வீட்டில இருக்க അത് கூடாது. നമ്മുടെ സമാധാനത്തെ കെടുത്തും. அது நம்முடைய சமாதானத்தை അത് கெடுக்கும். നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തും. நம்முடைய பிள்ளைகளுடைய சுகத்தை கெடுக்கும். ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണ്. பண ஆசை எல்லா தீமைக்கும் வேறா இருக்கிறது. അത് വിട്ട് അനേകർ ഈ പോർക്കളത്തിൽ തോറ്റുപോയിട്ടുണ്ട്. அதை பின்பற்றி அநேகர் தங்களை உருவ கொத்திக் கொள்கிறார்கள். ഹല്ലേലൂയ. அல்லேலூயா. അവസാനം ഇപ്പം പുരോഹിതനും വേണ്ട ഈ 30 വെള്ളിക്കാശ്, യൂദയ്ക്കും വേണ്ട. இப்ப பிரதான ஆசாரியனுடைய 30 இந்த வெள்ளிக்காசு இப்ப யூதாசுக்கும் வேண்டாம், யாருக்கும் வேண்டாம். ആർക്കും വേണ്ട. അദ്ദേഹം ആലയത്തിലേക്ക് അത് വലിച്ചെറിഞ്ഞു. அங்க தேவனுடைய ஆலயத்தில் அங்க தூக்கி எறிஞ்சான். അദ്ദേഹം പോയി അപ്പോഴേ ആത്മഹത്യ കെട്ടി ഞാൻ ചത്തു. அவன் அங்க நாடு தூங்கி செத்தான். അദ്ദേഹം നല്ലൊരു മടക്കം പോലും കിട്ടില്ല. തറയെ വീണപ്പോഴത്തേന് കുടലൊക്കെ തെറിച്ച് ദൂരെ പോയെന്നാ. அவங்க நாடு தூங்கி அங்க அப்படி செத்த வேளையில அவன் குடல் அங்க கீறி அவன். പക്ഷേ യേശുവിന്റെ കൂടെ നിന്ന യോഹന്നാൻ ഇപ്പൊ എവിടാ? இயேசுவுக்கா நின்ற யோவான் எங்கே இருக்கிறான்? ദമസ്കോസിൽ കിടന്നുകൊണ്ട് സഭയ്ക്ക് ദൂതെഴുതുന്നു. தமஸ்கு அந்த சபைக்கு அவர் அங்க நிருபம் எழுதுகிறார். പത്രോസ് ഇപ്പൊ എവിടാ? பத்ரோஸ் பேதுரு எங்கே இருக்கிறார்? പ്രസംഗിച്ച് ആത്മാക്കളെ സഭയിലേക്ക് നേടുകയാ. பிரசங்கம் பண்ணி ஆத்துமாக்களை சபையில் நேடுகிறார். നിന്റെ കൂടപ്പുറപ്പ്